സംസ്ഥാനത്ത് കൺസ്യൂമർ ഫെഡിന്റെ വിഷു ചന്തകൾ ഇന്നു മുതൽ പ്രവർത്തനം തുടങ്ങും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഏർപ്പെടുത്തിയ നിരോധനം ഹൈക്കോടതി നീക്കിയതോടെയാണ് ചന്തകൾ ആരംഭിക്കുന്നത്. സംസ്ഥാനതല ഉദ്ഘാടനം രാവിലെ 10 മണിക്ക് കോഴിക്കോട് നടക്കും. സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ ബി സുധയാണ് ഉദ്ഘാടനം നിർവഹിക്കുക. പി വി ജോഷില കോഴിക്കോട് നിന്നും ചേരുന്നുണ്ട്. ഈ വാർത്തയുടെ കൂടുതൽ വിവരങ്ങളുമായി. ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം. ഗുഡ് മോർണിംഗ് ജോഷില. ഗുഡ് മോർണിംഗ് കാവ്യ. ഗുഡ് മോർണിംഗ്. പറഞ്ഞതുപോലെ തന്നെ വലിയ സന്തോഷത്തിന്റെ ഒരു ദിവസമാണ്. പ്രത്യേകിച്ച് 300ഓളം ഔട്ട്ലെറ്റുകൾ വിഷുചന്തയുടെ ഭാഗമായി 18-ാം തീയതി വരെ നടക്കാനിരിക്കുന്നു. 45% വരെ വിലക്കുറവിൽ സാധാരണക്കാരിലേക്ക് അവശ്യ സാധനങ്ങളൊക്കെയും എത്തുന്ന ഒരു ദിവസമാണ്. രാവിലെ 10 മണിക്കാണല്ലേ ഉദ്ഘാടനം? തീർച്ചയായും കാവ്യ, വളരെ സന്തോഷത്തിലാണ്. കാരണം ഒരു സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറെ സന്തോഷിക്കേണ്ട ഒരു ദിവസം കൂടിയാണ്. കൺസ്യൂമർ ഫെഡ് വഴി സബ്സിഡി നിരക്കിൽ 13 ഇന സാധനങ്ങൾ ഇന്നു മുതൽ വിഷു റംസാൻ വിപണികളിൽ എത്തിത്തുടങ്ങും എന്നുള്ളത് ഏറെ സന്തോഷകരമായ കാര്യം തന്നെയാണ്. തെരഞ്ഞെടുപ്പ് ചട്ടങ്ങൾ ലംഘിക്കപ്പെടും എന്നുള്ള രീതിയിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇത്തരത്തിൽ വിഷു ചന്തകൾ നിർത്തലാക്കാനുള്ള റംസാൻ വിഷു ചന്തകൾ നിർത്തലാക്കാൻ വേണ്ടി അത് നടത്തരുത് എന്നുള്ള തീരുമാനം എടുത്തിരുന്നു. എന്നാൽ കൺസ്യൂമർ ഫെഡ് അടക്കം സർക്കാർ ഹൈക്കോടതിയെ സമീപിച്ചതോടുകൂടിയാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ഇത്തരത്തിൽ ഒരു നല്ല ഒരു കാര്യത്തിന് വേണ്ടി ഉത്തരവിട്ടിരിക്കുന്നത്. അതായത് റംസാൻ വിഷു ചന്തകൾ പ്രവർത്തിക്കണം എന്നുള്ളത് തന്നെയാണ്. ഇതിന് മാനദണ്ഡമായിട്ടുള്ളത് സർക്കാർ കോടതിയിൽ സമർപ്പിച്ച വാഗ്ദാനങ്ങൾ തന്നെയാണ്. അതായത് 1414 കോടി രൂപയുടെ 13 ഇനം സാധനങ്ങൾ നേരത്തെ തന്നെ സർക്കാർ വാങ്ങിക്കഴിഞ്ഞു എന്നുള്ള കാര്യവും, അതുപോലെ തന്നെ നേരത്തെ സർക്കാർ ഫെബ്രുവരി 16-ാം തീയതിയോടുകൂടി തന്നെ സർക്കാർ ഇത്തരത്തിൽ ഒരു തീരുമാനം 250 റംസാൻ വിഷു ചന്തകൾ ആരംഭിക്കാനുള്ള തീരുമാനം എടുത്തിരുന്നു എന്നുള്ള കാര്യവും ഇത് സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറെ ആശ്വാസകരമായിരിക്കും. ഉത്സവകാലത്ത് മറ്റ് വിപണിയിലെ വില നിയന്ത്രിക്കുന്നതിനടക്കം ഇത് സാധിക്കും എന്നുള്ള കാര്യവും സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു. ഈ ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തലിൻ്റെ അടിസ്ഥാനത്തിലാണ് കൺസ്യൂമർ ഫെഡിന് കൂടിയുള്ള അംഗീകാരം എന്ന് കൂടി വേണമെങ്കിൽ പറയാം. കോടതിയിൽ ഇത്തരത്തിൽ ഒരു വാദം വന്നപ്പോൾ ഇതിനുള്ള അനുമതി റംസാൻ വിഷു വിപണികൾ അല്ലെങ്കിൽ ചന്തകൾ തുറക്കാനുള്ള അനുമതി ഹൈക്കോടതി നൽകിയിരിക്കുന്നു. ഇന്നു മുതൽ സംസ്ഥാന തലത്തിൽ 300ഓളം വിപണികൾ ഇത്തരത്തിൽ ആരംഭിക്കും എന്നുള്ളതാണ് കൺസ്യൂമർ ഫെഡ് ചെയർമാൻ എം മെഹബൂബ് അറിയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ന് സംസ്ഥാനതല ഉദ്ഘാടനം നടക്കുന്നത് കോഴിക്കോട് മാവൂർ റോഡിലാണ്. എന്തായാലും സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഏറെ സഹായകരമായ കാര്യം തന്നെയാണ്. വിഷുവിനും വിഷുവിന് വളരെയധികം സഹായകരമായ രീതിയിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യം നടപ്പിലാക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ തെരഞ്ഞെടുപ്പിനെ ബാധിക്കുന്ന രീതിയിലേക്ക് അല്ലെങ്കിൽ സർക്കാർ തെരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന രീതിയിലേക്ക് ഇത് മാറ്റരുത് എന്നുള്ള കാര്യവും കോടതി പറഞ്ഞിരിക്കുന്നു. അതേസമയം തന്നെ ഈ ഒരു വിപണി സാധാരണക്കാരന് ഏറെ സഹായകമാകും എന്നുള്ള കാര്യം കോടതി പ്രത്യേകം ഓർമ്മിപ്പിച്ചിരുന്നു. കാവ്യ. ജോഷില, അതായത് ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ ഒരിക്കലും ഈ വിഷു റംസാൻ ഉത്സവ ചന്തകൾ അല്ലെങ്കിൽ ഓണത്തിന് തുറക്കുന്ന ഉത്സവ ചന്തകളൊന്നും സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രചാരണ വിഷയമാകേണ്ടതില്ല. 300ഓളം ഔട്ട്ലെറ്റുകൾ തുറക്കുക എന്ന് പറയുന്നത് തന്നെ സാധാരണക്കാരായി സമൂഹത്തിലെ ഓരോ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം സർക്കാർ നീട്ടുന്ന ഏറ്റവും വലിയ ക്ഷേമ പ്രവർത്തനങ്ങളുടെ ഭാഗമായി തന്നെ ഉയർത്തി കാണിക്കേണ്ടതാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ റംസാൻ വിഷു ചന്തയാണ്. ഇത് വീണ്ടും തുറക്കുന്നതിന് വേണ്ടി ഹൈക്കോടതിയിൽ നിന്ന് അനുമതി വാങ്ങേണ്ടുന്ന ആ ഒരു ഘട്ടത്തിൽ വലിയ തോതിലുള്ള ശ്രമങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആ നിലയ്ക്കുള്ള ഒരു അംഗീകാരം കൂടി സംസ്ഥാന സർക്കാരിന് ഈ ഒരു ഘട്ടത്തിൽ ലഭിക്കുന്നു എന്നൊരു പശ്ചാത്തലം കൂടിയുണ്ട്. ജനങ്ങളോട് സംസാരിക്കുമ്പോൾ എന്താണ് ഈ ഒരു വിഷയത്തിൽ മനസ്സിലാകുന്നത് ജോഷില? തീർച്ചയായും പൊതുവിപണിയിൽ ഇടപെടാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനം അത് നേരത്തെ തന്നെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നതാണ് സംസ്ഥാന സർക്കാർ. 2021 തെരഞ്ഞെടുപ്പിലടക്കം ഇത്തരത്തിലുള്ള ഒരു തീരുമാനങ്ങളൊക്കെ തന്നെ നടപ്പിലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു തെരഞ്ഞെടുപ്പിൽ ഇതിനെ ഇല്ലാതാക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി BJPയും UDFും അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമ്മർദ്ദം ചെലുത്തിയിരുന്നു എന്നുള്ളത് തന്നെയാണ് കൺസ്യൂമർ ഫെഡ് ചെയർമാൻ അടക്കം കഴിഞ്ഞ ദിവസം ഞങ്ങളോട് സംസാരിക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു തീരുമാനത്തിന് സാധാരണക്കാരനെ ദ്രോഹിക്കുന്ന നിലപാടിനുള്ള ഒരു തിരിച്ചടി കൂടിയാണ് ഇത്തരത്തിലുള്ള ഒരു ഹൈക്കോടതിയുടെ തീരുമാനം എന്നുള്ളത് കൂടി അദ്ദേഹം ഓർമ്മിപ്പിച്ചിരുന്നു. 45% സബ്സിഡി നിരക്കിലാണ്
13 ഇന സാധനങ്ങൾ വിപണിയിലേക്ക് എത്തുന്നത്. വിപണി വിലയെ നിയന്ത്രിക്കാൻ കൂടി ഇത് ഏറെ സഹായകമാകും. പ്രത്യേകിച്ച് ഉത്സവകാലത്ത് സാധാരണക്കാരന് ഏറെ സഹായകമാകും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇന്നു മുതൽ 18-ാം തീയതി വരെയാണ് ഈ റംസാൻ വിഷു ചന്തകൾ നടപ്പിലാക്കുക എന്നുള്ള കാര്യവും തുടരുക എന്നുള്ള കാര്യവും എം മെഹബൂബ് അറിയിച്ചിരുന്നു. കാവ്യ.